നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 36ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഞാൻ 34ാമത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇക്കാര്യത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉത്തരവായിട്ടുള്ളതും ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചതായി നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളതുമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ അവർ എൻക്വയറിക്ക് വിധേയമാക്കിയതായും നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ പിന്നീട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്. ഇവിടെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്ത് മാത്രമാണ് ക്രൈംബ്രാഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രൈംബ്രാഞ്ചിൽ ഒരൊറ്റ SHO ഉള്ളൂ. അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ മറ്റ് ഓഫീസുകളിലൊന്നും കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ഈ വീഡിയോയുടെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത്, PC ആക്ട് പ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരവും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. PC ആക്ടിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നൊരു ഭേദഗതി 2018 ഉണ്ടായിട്ടുള്ളതാണ്. 2018 ഭേദഗതി 16/2018 ആയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത്. അത് 26/7/2018 ഉത്തരവായിട്ടുള്ളത്. ഈ ഭേദഗതി പ്രകാരം 17A എന്നൊരു സെക്ഷൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അപ്പം അതുപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഏതെങ്കിലും ഫയൽ എഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിഷൻ അതുമായി ബന്ധപ്പെട്ട് എടുക്കുകയോ ചെയ്താൽ അതിന് ഗവൺമെൻറ് അനുമതി ഇല്ലാതെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു എൻക്വയറിയോ അന്വേഷണമോ പാടില്ല എന്നാണ് ഈ ഭേദഗതി പ്രകാരം കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിൽ അങ്ങനൊരു ഭേദഗതിയുടെ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും ഒരു അനുമതി ഗവൺമെൻറ്റിൽ നിന്നും തേടിയതായിട്ട് ശ്രദ്ധയിൽപ്പെടാത്ത സാഹചര്യത്തിലാണ് ഈ വീഡിയോയുടെ പ്രസക്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷന് നമ്മൾ കാണുന്നത് ഒരു നോട്ടിഫിക്കേഷനാണ്. ആദ്യം ഗസറ്റൽ നോട്ടിഫിക്കേഷൻ, ഇന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആ നോട്ടിഫിക്കേഷന് മുന്നോടിയായിട്ടൊരു ഫയൽ അവിടെ ഒറിജിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിയുന്നത് വരെയും ആ ഫയൽ അതുപോലെ തന്നെ ലൈവായിരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ഒരാൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റുകൾ വിവിധ പോസ്റ്റുകൾ ഉണ്ടാവാം, ലഭിച്ച സാഹചര്യത്തിൽ 17A പ്രകാരമുള്ള സാങ്ഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് അനുമതി ഇല്ലാതെ ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിലെ ബുദ്ധിജീവികൾ ആയത് പരിശോധിക്കട്ടെ എന്ന് നമുക്ക് വെക്കാം. എന്തായാലും ഈ വിഷയം സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ചുള്ള ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അത് 2-അംഗ ബെഞ്ച് പരിശോധിച്ചു. 2-അംഗ ബെഞ്ചിന് 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അത് ഉയർന്ന ഒരു ബെഞ്ചിലേക്ക് ഭാവിയിൽ പരിഗണിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. ഈ ഭേദഗതി സംബന്ധിച്ചുള്ള ഭരണഘടനാ സാധുതയാണ് ആ ഹർജിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ 17
ക്യാപ്പിലെ ആണ് ആ ഭേദഗതി വന്നിട്ടുള്ളത്. അത് വേണ്ട വിധത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ബുദ്ധിജീവികൾ പരിശോധിച്ചിട്ടില്ല എങ്കിൽ ആയതിന് സത്വരമായ നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതും പരിശോധിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.